UFൻ്റെ ഔറനെ കുറിച്ച് നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യണം. കാരണം വേറെ ഒന്നല്ല, ഫിഫ നമുക്കറിയാം 20% സ്റ്റേക്ക് ഹോൾഡേഴ്സ് ദേ ആർ സെല്ലിംഗ് ഇൻ ടു കോർപ്പറേറ്റീവ് എന്നുള്ള ഒരു ഡിസിഷൻ ഇൻഫന്റീനോ ആൻഡ് ടീം, ആ ഒരു ഫിഫ ടീം എടുക്കുന്നു. കാരണം അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുട്ബോളിൽ ഇപ്പോൾ നമുക്ക് അമേരിക്കയിൽ വേൾഡ് കപ്പ് നടന്ന സമയത്ത് നമുക്കറിയാം മലയാളികളൊക്കെ വളരെ കുറവ്. കാരണം ടിക്കറ്റിന് അതിഭീകര പ്രൈസാണ്. ചില സാധാരണക്കാരെ കൊണ്ട് അത് താങ്ങില്ല. ഫുട്ബോൾ ഫാൻസ് എന്ന് പറയുന്നത്, ഫുട്ബോൾ ഓഡിയൻസ് എന്ന് പറയുന്നത് അധികവും കോമൺ ഓഡിയൻസ് ആണുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അത് ഒട്ടും ലൈവായിട്ടൊന്നും കാണാൻ പറ്റില്ല ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഈ ഒരു പരിപാടി UFA പറഞ്ഞു, അങ്ങനെ ഫുട്ബോൾ എന്ന് പറയുന്നത് എല്ലാം ബിസിനസ് ആക്കാനൊന്നും പറ്റുമൊന്നുമില്ല, അതിന് എല്ലാം കൂടി അങ്ങോട്ട് നിന്ന് തരുന്നില്ല. ഇത് ഞങ്ങൾ പ്രോപ്പറായിട്ട് എതിർക്കും. ഇനി നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ UFAയുടെ 55 മെമ്പേഴ്സും ഈ ഫിഫയുടെ വേൾഡ് കപ്പിൽ പങ്കെടുക്കില്ല. സെപ്പറേറ്റ് വേൾഡ് കപ്പ് UFൻ്റെ നമ്മളങ്ങോട്ട് ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ UFA അങ്ങോട്ട് പറഞ്ഞു. പിന്നെ എൻ്റെ കോണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോ. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം UFൻ്റെ ഒരു ഔറ. ഈ ഫിഫ എടുത്ത തീരുമാനത്തിന് കോൺകാഫ് അവർ എഗെയിൻസ്റ്റ് ആണ്, UFA എഗെയിൻസ്റ്റ് ആണ്. പക്ഷേ കോൺമബോൾ ഇതിനെ സപ്പോർട്ട് ചെയ്തത് എന്താ റീസൺ ഒന്നും അറിയില്ല. നമ്മളൊക്കെ കോൺമബോളിൻ്റെ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. ബട്ട് സ്റ്റിൽ ഐ ഡോണ്ട് നോ വൈ ദേ ആർ സപ്പോർട്ടിങ് ദിസ് ഇൻഫന്റീനോസ് സ്റ്റുപ്പിഡ് ഡിസിഷൻ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും UFയും കോൺകാഫും പിന്നെ അതുപോലെ കുറച്ച് ടീമുകളും അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നു. UFA എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന സമയത്താണ് ഫിഫക്ക് വേറെ ഒന്നും പിന്നെ ചിന്തിക്കാനല്ല, വി ആർ വിഡ്രോയിങ് ദാറ്റ് ഡിസിഷൻ. ആ ഡിസിഷൻ ഞങ്ങൾ എടുക്കുന്നില്ല. ഇൻഫന്റീനോ ആൻഡ് ടീം, ഇൻഫന്റീനോ 2027 വരെ മാക്സിമം മിക്കവാറും ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ മിക്കവാറും പുറത്താവും. സോ പുള്ളി അതും കഴിഞ്ഞിട്ട് ഫിഫയിൽ എങ്ങനെയൊക്കെ പിടിച്ച് കയറാനുള്ള മാർഗ്ഗം നോക്കിയതാണ്. പക്ഷേ അത് പാളിപ്പോയി. UFA അത് കയ്യോടെ അങ്ങോട്ട് വെട്ടിയിട്ടു എന്ന് വേണം പറയാനായിട്ട്. പിന്നെ എൻ്റെ കോണ്ടന്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോ. താങ്ക് യു സോ മച്ച്.